നമസ്കാരം. ഇന്നത്തെ കേരള കൗമുദിയിലെ എഡിറ്റോറിയൽ പേജിലെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം പിടിക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം പിടിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം പിടിക്കുമോ? ഇതാണ് ഒരു ചോദ്യം. ആര് പിടിക്കുമോ? BJP പിടിക്കുമോ? ഇതിനകത്തൊരു ട്രോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാം, തിരുവനന്തപുരം പിടിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു കൊടിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എഴുതിയിട്ട് ഒരു കൊച്ച് പിടിച്ചോണ്ടിങ്ങനെ നിൽക്കണം. ആ പിടിയേ പിടിക്കുകയുള്ളൂ, അല്ലാതെ ശരിക്കും 51 സീറ്റ് പിടിക്കില്ല എന്നൊരു ട്രോളും വന്നിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടൊരു ട്രോള് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഇതല്ല. ഇതിനെ സംബന്ധിച്ചൊരു ട്രോളും വന്നിട്ടുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദം അനുസരിച്ച് പിടിക്കുമോ? വർഗീയ കക്ഷിയാണോ BJP എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനകത്ത് പത്രപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്. KP സജീവനാണ് അത് ചെയ്തിരിക്കുന്നത് ഇൻ്റർവ്യൂ. സജീവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വർഗീയ കക്ഷിയല്ലേ? അപ്പോൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് APJ അബ്ദുൽ കലാമിനെ മലയാളികൾക്കും കൂടെ ചിരപരിചിതനായ തമിഴ്നാട്ടുകാരനായ മുസ്ലിമായ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ വാജ്പേയിക്കും BJPക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ഈ മുസ്ലിം വിരുദ്ധത ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോകും. ഞാൻ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ. തിരുവനന്തപുരത്തിൻ്റെ ഡെമോഗ്രഫി അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഒന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തുള്ളത് ഹിന്ദുക്കളാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രദേശത്ത് 101 വാർഡുകളിലായി ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. രണ്ടാമത് ക്രിസ്ത്യാനികളാണ്. അതിൽ തന്നെ ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായത്തിൽ പെടുന്നവരാണ് പിന്നെ നായർ കമ്മ്യൂണിറ്റിയും ഈഴവ കമ്മ്യൂണിറ്റിയും. പിന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ കുറച്ച് വരെ ഉള്ളൂ, വളരെ വലിയ പോപ്പുലേഷൻ അല്ല. അതുപോലെ തന്നെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വളരെ ഭീമാപള്ളി, വലിയതുറ പോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു സാധ്യത ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അത് മണക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കമലേശ്വരം ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോലെ പിന്നെ എന്താണ് വലിയതുറയിലും കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. വലിയതുറ, കോവളം, അതായത് കോസ്റ്റൽ ബെൽറ്റിൽ വരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ കോസ്റ്റൽ ബെൽറ്റിൽ വരുന്ന വിഴിഞ്ഞം പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും, പഞ്ചായത്തിലെ വിഴിഞ്ഞത്തിൻ്റെ ഇങ്ങേക്കര വരുമ്പോൾ കോർപ്പറേഷൻ്റെ പ്രദേശം വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ലത്തീൻ കത്തോലിക്കക്കാരുടെ സ്വാധീനമുണ്ട്. പക്ഷേ ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷവും. അതിൽ തിരുവനന്തപുരം നോർത്ത്, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിലൊക്കെ നിർണായകമായ സ്വാധീനമാണ് BJPക്കുമുള്ളത്. പക്ഷെ അത് പലപ്പോഴും അവരുടെ ആഭ്യന്തര കലാപം കാരണവും അവർ തമ്മിലുള്ള പിന്നെ സൗന്ദര്യപ്പിണക്കം കാരണമൊന്നും പലപ്പോഴും അത് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വരുമോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും നല്ല കുറെ കാൻഡിഡേറ്റ്മാരെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ശ്രീലേഖ IPS ആയാലും, പത്മിനി തോമസ് ആയാലും, VV രാജേഷ് ആയാലും. VV രാജേഷ് നേരത്തെ പൂജപ്പുര കൗൺസിലറായിരുന്നു. വലിയ അഴിമതിയൊന്നും നടത്തി അങ്ങനെയൊന്നും പേരൊന്നും പോവാത്ത ഒരാളാണ്. അതുപോലെ മഹേശ്വരൻ നായർ കോൺഗ്രസിന്റെ ജിഹു ആയിരുന്നു കോർപ്പറേഷനിൽ. ഇപ്പോൾ പുന്നയ്ക്കാമുകളിലാന്ന് തോന്നുന്നു മത്സരിക്കുന്ന. അതുപോലെ തന്നെ നമ്മുടെ തമ്പാനൂർ സതീഷ്, തമ്പാനൂർ മത്സരിക്കുന്ന കരമനാജിത്ത്, പാപ്പനംകോട് മത്സരിക്കുന്ന ആള് ആശാനാഥ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പിന്നെ P അശോകുമാർ പേട്ടയിൽ മത്സരിക്കുന്ന, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ മത്സരിക്കുന്ന വലിയ, പിന്നെ മധുസൂദനൻ നായർ കവടിയാർ മത്സരിക്കുന്ന, അങ്ങനെ വലിയ രീതിയിൽ. പിന്നെ BDJSന്റെ സ്വാധീനം, BDJS ഈഴവർക്കൊരു സ്വാധീനമുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ ഈഴവരുടെ സ്വാധീനം കിട്ടുമോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BDJS പറഞ്ഞാൽ ഈഴവർ കേൾക്കുമോ? അതുപോലെ തന്നെ NSSന് ഇപ്പോൾ ശാസ്തമംഗലം മോഹനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. വലിയ പ്രധാന സംഗീത് കുമാർ തിരുവനന്തപുരത്താണ്, നായർ സർവീസ് സൊസൈറ്റിയുടെ സംഗീത് കുമാർ തിരുവനന്തപുരത്താണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നായർ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പെരുന്നയുമായി നല്ല ബന്ധമുള്ള പോപ്പുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. അവരെല്ലാം ഇറങ്ങി BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ, പക്ഷേ ശാസ്തമംഗലം മോഹൻ കോൺഗ്രസ് ആണ്, സംഗീത് കുമാർ ഒരു നിഷ്പക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് BJPക്ക് ഇത് പിടിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും തിരുവനന്തപുരം പിടിക്കും എന്ന് തന്നെയാണ് ശക്തമായി പറഞ്ഞത്. ഞങ്ങൾ ഓരോ 5 വർഷവും വികസന പ്രവർത്തനം സംബന്ധിച്ച വിശാലമായ റിപ്പോർട്ടിന് പുറത്തിറക്കും. ഇനി ഞങ്ങളുടെ കാലം ആണ് വരാൻ പോകുന്നതാണ് BJP പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ പ്രതിപക്ഷം പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇനി പ്രതിപക്ഷമല്ല ഞങ്ങളുടെ ലക്ഷ്യം. പ്രതിപക്ഷമായി ഭരണപക്ഷമാവുക എന്നുള്ളതല്ല, നേരിട്ട് ഭരണപക്ഷത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഓരോ 5 വർഷവും കേരളത്തിന് ആവശ്യമായ വികസന പത്രിക ഞങ്ങൾ ഇറക്കും. ഇത് പറയുമ്പോഴും 8000 എന്ന് മറ്റുള്ളവർ പറയുന്നു, 3000 എന്ന് BJP പറയുന്നു. സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും BJP പറയുന്ന മറ്റൊരു അവകാശവാദം, ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇലക്ഷൻ മത്സരിപ്പിച്ചിരിക്കുന്നത് BJP ആണ്. അത് കഴിഞ്ഞ CPM, പിന്നെ കോൺഗ്രസ് ആണ് സിംഗിൾ പാർട്ടി. ബാക്കിയെല്ലാം മുന്നണിയാണല്ലോ. അപ്പോൾ മുന്നണി വരുമ്പോൾ ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മത്സരിപ്പിച്ചിരിക്കുന്നത് BJP ആണെന്നുള്ള വാദം BJP മുമ്പോട്ട് വെച്ച് കൗണ്ടർ അടിച്ചിട്ടുണ്ട്. പക്ഷെ കൗണ്ടർ അടിക്കുമ്പോഴും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് കാൻഡിഡേറ്റ് ഇല്ല. കാൻഡിഡേറ്റ് പോലും നിർത്താൻ പോലും ആളില്ല എന്നുള്ളത് ഗൗരവമായി BJP ആലോചിക്കണം.
അതുപോലെ തന്നെ കേരളത്തിലെ BJP ചിന്തിക്കേണ്ട വിഷയം ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും സ്വാധീനിച്ചു കൊണ്ടല്ലാതെ കേരളത്തിൽ BJPക്ക് വളർന്നു കയറാൻ കഴിയില്ല. അതിനുള്ള സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നൊരു വിഷയമല്ലത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആ വിലയ്ക്ക് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, BJPയെ വർഗീയ കക്ഷി അത് പറഞ്ഞു. CPM-ന്റെ പരിപാടി ഇനി ഒരു തെരഞ്ഞെടുപ്പിലും നടക്കില്ല. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ എതിരില്ലാതെയാണല്ലോ CPI ജയിച്ചിരിക്കുന്നത്. പക്ഷെ CPM-ന്റെ പരിപാടി ഒരിടത്തും നടത്തില്ല എന്ന് പറയുമ്പോഴും 16 സ്ഥലങ്ങളിൽ CPM എതിരില്ലാതെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ തടയും എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ അത്യധ്വാനം ചെയ്യേണ്ടി വരും. 35 സീറ്റ് എന്നുള്ളത് അത് നിലനിർത്തണം. പിന്നെ 16 സീറ്റ് പിടിക്കുകയും വേണം മിനിമം. അപ്പോൾ അങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കുറച്ച് പടലപ്പിണക്കം BJPക്ക് അകത്തും വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. ഒരു RSSന്റെ പ്രവർത്തകന് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ കുറെ പ്രതിസന്ധികളുണ്ട്. അതേസമയം ശബരിമലയിലെ വിഷയത്തിൽ CPM-ന്റെ ആളുകൾ ഉൾപ്പെടെ ശബരിമലയിൽ പോകുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് സഹാക്കളൊക്കെ ശബരിമലയിൽ പോകും, പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന കാര്യം വിശ്വസിക്കാമല്ലോ. ഇപ്പോൾ അങ്ങനെ പോയിട്ട് വന്നവർ പോലും CPM-ന് വോട്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ശബരിമലത്തെ വിഷയമല്ല ഇങ്ങനെ കാണുമ്പോൾ CPM-ന് വോട്ട് ചെയ്യുമോ, അതോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു അടി കൊടുത്തതുപോലെ 19 സീറ്റും കോൺഗ്രസിന് കൊടുത്തതുപോലെ അവരുടെ വോട്ട് ആർക്ക് കൊടുക്കും? അതിനിർണായകമാണ്. ശബരിമലയിൽ പോയി വരുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തിന്റെയും വോട്ട് വളരെ പ്രധാനമാണ്. അത് ആർക്ക് പോകും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം അറിയുന്നത്. അത് CPM-ന് തന്നെ കൊടുക്കുകയാണോ അതോ പരമ്പരാഗതമായി? അല്ല, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, അതിന്റെ ഗുണഭോക്താവായി BJP വരുമോ, അല്ല അത് തീർച്ചയായിട്ടും കോൺഗ്രസ് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ജയിക്കാൻ കാരണം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഒരിക്കലും വരില്ലല്ലോ, പിന്നെ കോൺഗ്രസല്ലേ വരുള്ളൂ. അങ്ങനെ ഒരു ന്യായം പറഞ്ഞു. കേരളത്തിൽ BJPക്ക് സംസ്ഥാന സീറ്റ് കിട്ടാത്ത കാര്യം പറയുന്ന ന്യായം, BJP പെട്ടെന്ന് അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ, അപ്പൊ തോക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ അധികാരത്തിൽ വരാവുന്ന ഒരു പാർട്ടിക്ക് എന്തിനു വോട്ട് കൊടുക്കുന്നു? പക്ഷെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റ് കിട്ടിയാൽ അധികാരത്തിൽ വരാൻ പറ്റും. പിന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു മോഹന വാഗ്ദാനം, ജയിച്ചാൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിന്റെ മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്യും. മാസ്റ്റർ പ്ലാനേ ആവുള്ളൂ, അല്ല പരിപാടി പിന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. റിലീസ് ചെയ്യും എന്ന് വലിയൊരു ചടങ്ങിൽ വെച്ച് റിലീസ് ചെയ്യുമെന്നൊക്കെ BJP മോഹന വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇനി അതിനു മുമ്പേ ഈ ഇലക്ഷന്റെ അവസാന സമയത്ത് ലാസ്റ്റ് ലാപ്പിൽ നരേന്ദ്രമോദിയോ പിന്നെ അതുപോലെ തന്നെ അമിത്ഷായോ JP നദ്ദയോ ഒക്കെ തിരുവനന്തപുരത്ത് വരുമോ എന്നറിയില്ല. ഇതിന്റെ സമാപനത്തിന് എന്തായാലും പ്രകടന പത്രികകൾ വരുന്നു, കാര്യങ്ങൾ ഇറങ്ങുന്നു, രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനകൾ വന്നു, ലേഖനങ്ങൾ വരുന്നു, അഭിമുഖങ്ങൾ വരുന്നു. എന്തായാലും തിരുവനന്തപുരം പിടിക്കുമോ? രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ അധികാരം പിടിക്കുമോ? കൊച്ചുകുട്ടി പറയുന്നത് പോലെ കൊടി പിടിക്കുമോ?